കടയുണ്ട്, ഉത്സവത്തിന് വരും. അത് തമാശല്ല, ഉണ്ട്. കട വരും അല്ലേ? യാത്ര സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ. വെൽക്കം ബാക്ക് അഗൈൻ. വിനുവാണ്. അപ്പം ഞാനും ദാസപ്പനും ഇപ്പം എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ ചേലക്കാട് വനത്തിൻ്റെ ഉള്ളിലൊരു ക്ഷേത്ര ഉത്സവത്തിന് പങ്കെടുക്കാൻ വന്നതാണ്. അപ്പം ആ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ സാഹസ്യമായിട്ടുള്ള വഴിയാണ് ഇങ്ങോട്ട് നമ്മൾ വന്നത്. ദാസപ്പന അങ്ങൊരു വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം ഞങ്ങളൊരു ജീപ്പിനാണ് വന്നത്. അപ്പം ഫോറസ്റ്റ് വനം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് വനം തന്നെയാണ് കേട്ടോ. അപ്പം വനത്തിനുള്ളിലാണ് ആ ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിലെ ഉത്സവം പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് എൻ്റെ ദേഹത്തിരിക്കുന്നതെല്ലാം കിട്ടും കിടക്കുകയും ബാഗും ഒക്കെ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അവരങ്ങ് പോയിട്ടുണ്ട്. അപ്പം പുറകെ നമ്മൾ പോവുകയാണ്. അപ്പം ഈ ലൊക്കേഷൻ നിങ്ങൾ ഞാൻ കാണിക്കാം. മൊത്തം ഈറ്റയാണ് കേട്ടോ. ഈറ്റ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ഈറ്റ വനമാണ്. അപ്പോൾ അതിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഇതുപോലത്തെ വഴികളാണ്. അപ്പോൾ വഴി നമുക്ക് പോകും വഴി നമുക്ക് കാണിക്കാം ഇവിടുത്തെ വഴി എന്താണ്. ഇരിക്കുന്ന മരങ്ങൾ കണ്ടോ, ഭയങ്കര വലിയ മരങ്ങളാണ് കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു കാനമാവാണ് കേട്ടോ. ഈ കാനമാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതുതലമുറക്ക് കാനമാവ് എന്താണെന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ പഴം പോലും കഴിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ, കാനമാങ്ങാപ്പഴം. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. അതിലൊരു വഴി കാണുന്നുണ്ട്, ഇതിലൊരു വഴി കാണുന്നുണ്ട്. ഇതാണ്. അപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസം ആൾക്കാർ ഇവിടെ വന്ന് ചെത്തി തെളിച്ചാണ് കേട്ടോ വഴി. അപ്പോൾ വർഷത്തിൽ ഒന്നേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം. ഈ നിൽക്കുന്ന കണ്ടോ, എന്തോ ഒരു പന ഇനത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണത്. നല്ല ഈറ്റ കാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പരിചയപ്പെടുത്താം ആരൊക്കെ ഉണ്ട്, ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തൽക്കാലം 3 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ വികാസ് ഹോമിയോ ഡോക്ടറാണ്. പിന്നെ നമ്മുടെ കണ്ണൻ കോൺട്രാക്ടറാണ്. പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ടുണ്ട് സജിമോൻ. പിന്നെ അവരുടെ ഫാമിലിപ്പെട്ട ആൾക്കാരുകളാണ് കേട്ടോ. നമുക്ക് അടിപൊളി വൈബ്. കാരണം എന്തായാലും ക്ഷീണം. കഴിഞ്ഞ മാസം നമ്മൾ എടുത്ത വീഡിയോ എന്തോ ബൈ ചാൻസ് ഡിലേറ്റ് ആയിപ്പോയി. നമ്മൾ അന്നത്തെ പോയ വീഡിയോ ഇല്ലേ? ആ അത് അത് ഈ പ്രാവശ്യം അഭിനയിക്കാം നമുക്ക്. സജിമോനെ സാറ് പറഞ്ഞ കേട്ടോ, ഒരുപാട് കഷ്ടപ്പെടാം അനുഭവിച്ചതെന്നല്ല അഭിനയിച്ചതെന്ന്. സാറേ ഒരു കാര്യമുണ്ട്, സൂക്ഷിക്കണം. ഇതുണ്ടോ, വഴിയുണ്ടോ? ആ ഇതാരാ സാറേ ഈ വഴി തെളിച്ചേ? നമ്മളൊക്കെ തെളിപ്പിച്ചു. വർഷത്തിലൊന്നല്ലേ നമ്മൾ? വർഷത്തിലുള്ളൂ. അതുപോലെ തന്നെ വേറെ ഒരു കൊച്ചൻ നാളെ വരും. ഇത്രയും താഴെയുള്ള പുള്ളിനെ അത് വന്നു കഴിയുമ്പോ നിങ്ങൾ അറിയും പിന്നെ ആള് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ ബംഗാളിയല്ലേ? നമ്മളിങ്ങനെ നല്ലൊരു ചുരം പോലത്തെ ഒരു വഴി ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പം ഒരാൾക്ക് കഷ്ടിച്ച് ഇറങ്ങി പോകാനുള്ള ദിവസം വഴിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം തെളിച്ച വഴിയാണ് കേട്ടോ. നമ്മൾ താഴത്തെ അതിലേ കൂടെ പോകണം. ഒരു കാര്യം ചെയ്തോ, ഇത് ബാഗ് കൂടി ഞാൻ സ്പീക്കർ എടുക്കാം. ഇങ്ങോട്ട് വാ. ആ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് സാറാ വരുന്നത്? എത്ര ദിവസം കഴിഞ്ഞാ വരുന്നത്? 3 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച. സഹിച്ചേട്ടോ അതങ്ങ് മേടിച്ചേ വെച്ചേ. ഇനിയാണ് വെച്ചേ. അപ്പം എൻ്റെ തോളയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇവരെല്ലാം എൻ്റെ തലയിലോട്ട് അങ്ങ് വന്നിട്ടുണ്ട്. അല്ല ഇത് ഫ്രണ്ടാണ്. ഇത് മറ്റേ ക്യാമറ ആക്കുന്ന എങ്ങനെയാ? അതെല്ലാം ഫ്രണ്ടും ബാക്കി കേട്ടിട്ടുണ്ട്. ഫ്രണ്ട് മാത്രം നമുക്ക് അത് ഫ്രണ്ടാ, നമുക്ക് നമ്മളെ കാണാനുള്ള. ഈ കെട്ട് കരിച്ചിരിക്കല്ലേ? ഞാനല്ല ഈ മോൻ കണ്ട വേറെ ഷെവി ഉണ്ടോ? രണ്ടു കാലം സംസാരിക്കും. നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പം അങ്ങനെ അതെ നമ്മൾ
ഇറങ്ങി തീർന്നിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ തോളത്തിരിക്കുന്ന ഒരു സ്പീക്കറാണ്, നിങ്ങൾ കണ്ടു കാണും. അത്രയും സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വനത്തിലൂടെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം പങ്കെടുക്കാൻ പോകണം. സജിമോനെ ഹെഡ് വൈകിട്ട് ഇവിടെയാണ് നമ്മൾ 3 ദിവസം ഇവിടെയാണ് നമ്മളിനി ക്യാമ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ വനത്തിന് ഉള്ളിലെ കാവോട് കൂടിയുള്ള ക്ഷേത്രമാണ്. പാചകം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പാചകം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും ഈ ഷെഡിലാണ് നമ്മുടെ അന്തിയുറക്കം. അടിപൊളി. അപ്പം ഇതിലങ്ങ് നേരെ അക്കരയ്ക്ക് കയറി പോകണം. അക്കരയാണ് കേട്ടോ ക്ഷേത്രം കാര്യങ്ങളൊക്കെ. എല്ലാ വർഷവും മലയാള മാസം മകരത്തിലാണ് ചേലകാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടത്താറ്. 9, 10, 11 തീയതികളിലാണ് ഈ 3 ദിവസത്തെ ഉത്സവം നടത്താറ്. ഇവിടെയാണ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം തയ്യാറാക്കുന്നത്. ഈ കാണുന്ന ഊരിൽ നിന്നാണ് ക്ഷേത്രസംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്നത്. കാട്ടിലെ നിരവധി കാട്ടുമൃഗങ്ങൾ വരെ ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. ഇപ്പം നമ്മൾ തേകി നല്ല ശുദ്ധമായി നമ്മൾ ആഴംപാനയുടെ ഇല വെച്ച് മൂടിയിരിക്കുകയാണ്. അമ്പലമുറ്റത്ത് കയറുമ്പോൾ തന്നെ കൈകൊട്ടി നിൽക്കുന്ന പട്ടുകൂറ്റൻ മരങ്ങൾക്ക് ഇടയിലാണ് ചേലകാട് ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്ന ചേലകാട് ഭഗവതി ക്ഷേത്രമാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. എന്നാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്താറായി. ഈ കാണുന്ന ഒരു പട്ടുകൂറ്റനൊരു ആൽമരമാണ് അമ്പലമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्य
ഞാൻ വലിയ പ്രശ്നം കെട്ടിപ്പൊടിച്ചത്. ഇതൊക്കെ മറ്റു സാധനം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ അവര് വെയിറ്റ് ചെയ്തിരിക്കും. അവരെന്ത് ചെയ്യുന്നേ അതിന് പകരം രണ്ടുമൂന്ന് ഓലപ്പടക്കം കേട്ടത്. അത് അല്ല ഉറങ്ങ കടുവയുണ്ട്. അത് ഉത്സവത്തിന് വരും. അത് തമാശല്ല, ഉണ്ട്. കട വരും അല്ലേ? കടുവയ്ക്ക് എന്നെ തീറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് കേട്ടോ. കടുവയ്ക്ക് തീറ്റയ്ക്ക് വേണ്ടി വിളിച്ചതാ. യൂട്യൂബ് റിപ്പോർട്ട് അടിക്കും. നോക്കണ്ട, നാളെ വെച്ചെടുക്കാനാണ് പറഞ്ഞത്. നാളെ അത് ഓരിക്കലോട്ട് പോന്നാ. ഇവിടെ വിളക്കുണ്ടല്ലേ? ഇതേതാ? ആ വിളക്ക് എടുക്കണം താഴെ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ഒരു ദീപമൊക്കെ തെളിച്ച് ഇവിടുന്നാണ് നമ്മൾ താഴോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ കടന്ന് കിടപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും കേട്ടോ. അപ്പം അത്രയായിട്ടുള്ളൊരു ഭയങ്കര ഘോര വനമാണ് ഈ വനത്തിൽ. നമ്മൾ ചേലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ 3ാമത്തെ ദിവസമായി. അപ്പോൾ നമ്മൾ ഇതിലെ താഴെ കൂടി ഇറങ്ങിയാണ് പോകണം കേട്ടോ. ഏതാ ഇല്ലേ? അങ്ങോട്ടേ വിടുന്നത്. ഇതെന്താ ഇതെന്താ? ആ ചുരുട്ട. ആ
അതിൻ്റെ അരിയല്ലേ? കിട്ടിയതാ.
വേഷമൊക്കെ ആയിട്ട് ഇവർ പ്രൊഫഷണലായിട്ട് എന്നെ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറിയ അമ്പലമാണ്, ഞങ്ങൾക്ക് ഒത്തിരി പൈസയൊന്നും ഇതിന് മുടക്കാനായിട്ടില്ല, ഞങ്ങൾ കയ്യിൽ നിന്ന് എല്ലാവരും കൂടെ കാശെടുത്തൊക്കെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ വലിയ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സോമചേട്ടൻ അങ്ങനെ ഒരു പൈസയോ അല്ലെങ്കിൽ ഉപഹാരങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇത് നടത്തുന്നത്. അപ്പോൾ ഇവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള അവരുടെ ദേശത്ത് തന്നെയുള്ള അമ്പലത്തിൻ്റെ പരിപാടിക്ക് വന്ന് ഇവർക്ക് ഒരു ഇതും വേണ്ട, അവർ വന്ന് പരിപാടി നടത്തിക്കോളാന്നിങ്ങനെ എന്നോട് പറഞ്ഞു. പ്രിയമുള്ള പരിചയപൂട്ടുകളി സംഘം സ്നേഹിതന്മാരെ, കലാകാരന്മാരെ, കലാകാരികളെ, പ്രിയമുള്ള നാട്ടുകാരെ, ഭക്തജനങ്ങളെ, ഈ കാടിൻ്റെ നടുക്ക് ഇതുപോലൊരു പരിപാടി കാണുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ മലയാളന്മാർക്കും ഈ പഴയ കാലത്ത് ചവിട്ടുകളി, അതുപോലെ തന്നെ കോലടി കളി അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വരുന്ന തലമുറകളെ ഈ കല നഷ്ടപ്പെട്ടു പോകാതെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അത് കൊടുക്കുകയാണ്, അതിന് അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞ് ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് ഇപ്പം നമ്മളൊന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി വേറെ കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതും കൂടെ ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ക്ഷേത്രം ഇനിയിപ്പം ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ എല്ലാ മലയാള മാസം വിളക്കോയി മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇപ്പോഴാണ് ഇന്നലെ പരിചമുട്ട് കളി കഴിഞ്ഞത് കേട്ടോ നടന്നത്. ഇരുപത്തിയാറ് കൽപ്പടവ് പടികൾ കയറി വേണം കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തോട്ട് ചെല്ലാൻ കേട്ടോ. ഈ 26 പടികളും ചവിട്ടി വേണം നമുക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ മുറ്റത്തെത്തത്. ഇതിപ്പോൾ എന്തിനുള്ളത്? ഇതെന്തിനുള്ള? ഇത് ഞങ്ങളുടെ ആദിവാസികളുടെ ഒരു ആചാരപ്രകാരമുള്ളൊരു കർമ്മമുണ്ട്. ഒരു പൂജ കൊടുക്കുന്നുണ്ട്. ഒരു മഹാവൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്യാൻസർ രോഗത്തിനും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ രോഗങ്ങൾ ഭേദമാകും. അതുപോലെ ഒരു ലാസ്റ്റ് മരിക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു അസുഖം പിടിപെട്ടിട്ട് ലാസ്റ്റ് തീരെ അവശതയായി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ കുഷ്ഠരോഗം അതുപോലെ ആരും അടുക്കാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അദ്ദേഹം കാട്ടിൽ പോയി ഒരു സ്ഥലത്ത് മരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കാട്ടിൽ എവിടെയെങ്കിലും പോയി കിടന്നു. അപ്പോൾ ഒരു ആദിവാസി അമ്പും വില്ലുമായിട്ട് വന്നിട്ട് കിടന്നു കഴിഞ്ഞപ്പം ഈ വെള്ളം കുടിക്കാൻ മരണസമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഈ പിന്നെ അന്നത്തെ രീതി അനുസരിച്ച് താണ ജാതിക്കാരനായിരുന്നു ഈ വന്ന് കണ്ട പുള്ളി. അദ്ദേഹം ഈ അമ്പ് കൊണ്ട് വെള്ളം തൊട്ടെടുത്തിട്ട് വായിൽ തൊട്ട് കൊടുത്തതാണ് പറഞ്ഞത്. കാരണം കൈ കൊണ്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഈ തൊടിയിലായി പോവും. അതുകൊണ്ട് ഈ അമ്പ് കൊണ്ട് എടുത്ത് വായിലുള്ള ഒഴിച്ച് അദ്ദേഹം മരിച്ചെന്നാണ് പറയണത്. അദ്ദേഹത്തിന് അതിൻ്റേതായ ആചാരം അനുസരിച്ച് ഒരു പൂജ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. വർഷം കുറെ പഴക്കമുള്ളതായല്ലേ. അതിന്റെ ട്രിക്ക് അറിയാൻ പാടില്ലാത്ത ആര് നോക്കിക്കഴിഞ്ഞാലും അത് പിന്നെ തുറക്കില്ല. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു അത്. അതെന്തിനുള്ള നാണയം കെട്ടി നടപടിയുണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇപ്പോൾ അല്ലേ കുടുംബപ്പരതകൾ തൊട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് താലം പൊട്ടി ഇവിടെ വന്നാലും പിന്നെ കോപ്പിളാക്കിൽ ചെയ്യുന്നതും അതുപോലെ ഈ പിതൃക്കളായിട്ടുള്ള മുത്തപ്പന് ചെയ്യുന്നതും കുരുതിക്കളത്തിൽ ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതും എല്ലാം പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് പൂജാരിയാണ് ചെയ്യുന്നത്. ആ പൂജാരി തന്നെ അത് ചെയ്യുകയും പിന്നീട് വരണ ഈ പിതൃക്കൾക്ക് സമാപനം പോലും ഇത് അടുത്തതായിട്ട് ചെയ്യുന്നതും പൂജാരിയെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ എങ്കിലും പൂജാരിക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ആ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഒരു നിലയെടുത്ത് കൂട്ടിക്ക് മൂർച്ചയുടെ നിലയെടുത്ത് കൂട്ടിക്കോ. അത് നീ ചെയ്തു. അതൊന്ന് ശുദ്ധീകട്ടെ പറഞ്ഞു അവിടെ ഇല്ലേ പല സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നതല്ലേ എല്ലാ സാധനത്തിനും ശുദ്ധി ചെയ്യണം. അത് പഠിക്കണമെന്ന് പറയണം. അത് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങോട്ട് മുഴുവൻ എൻ്റെ സ്വർണ്ണം മുത്തപ്പം അതിനെ വെച്ച് അങ്ങോട്ട് തിരിച്ചു വെക്കണം. അത് തന്നെ തെക്കോട്ട് ശുദ്ധീകത വെച്ചാൽ മതി. പൂജയിലൊരു വ്യത്യാസം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്.
ഈ പ്രസാദം നേരത്തെ ആണുങ്ങൾക്ക് മാത്രമേ പ്രസാദം കഴിക്കാവൂ. അത് മാറ്റം ഈ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കും അതിൻ്റെ പ്രസാദം കൊടുത്തിരിക്കണം, ഒരു കഷണമാണെങ്കിലും. മനസ്സിലായോ ശിവം? അതിൻ്റെ പ്രസാദം സ്ത്രീകൾക്കും കൊടുത്തിരിക്കാൻ പറ്റും, പുരുഷന്മാർ മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് മാറ്റം വന്ന് അത് ശുദ്ധിയായിട്ടുണ്ട് ഇരിക്കുന്ന പതിവ്, അതുകൊണ്ടാണ് കേട്ടോ.